ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേറ് നടന്ന സംഭവത്തിൽ ഒടുവിൽ പോലീസ് പരിശോധന നടത്തി. ഇന്നലെ രാത്രിയായിരുന്നു ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവം വാർത്തയായതിന് പിന്നാലെ മാത്രമാണ് പോലീസ് പരിശോധനയ്ക്ക് പോലും തയ്യാറായത്. ആദ്യം പരിശോധനയ്ക്ക് തയ്യാറായിരുന്നില്ല, FIR ഇടാൻ തയ്യാറായിരുന്നതുമില്ല പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നാണ് ഒടുവിൽ വാർത്തയായതിന് ശേഷം ശോഭാ സുരേന്ദ്രന്റെ അടക്കം പ്രതികരണങ്ങൾ വന്നതിന് ശേഷം ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന് ശേഷം അറിയിച്ചത്. ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. നിയോഗിക്കാനാണ് തീരുമാനം. എന്നാലും ഈ പൊട്ടിത്തെറിച്ച സാധനത്തിന്റെ ഇന്റൻസിറ്റി കൂടുതലില്ലെങ്കിലും പൊട്ടിത്തെറിച്ച സ്ഥലത്തിന്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അന്വേഷണം നടക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം കൃത്യതയോടുകൂടി സുതാര്യമായിട്ട് നടത്തുകയും ഇത്തരം ഒരു സംഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലെടുക്കുകയും ചെയ്യണമെങ്കിൽ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നത് പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അധികാരികളുടെ ശ്രദ്ധയിൽ അവർ നമ്മളോട് ഇപ്പോൾ വീണ്ടും സംസാരിച്ചു. വളരെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളതിനെ സ്വാഗതം ചെയ്തു. സാനു കെ സജീവ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാനു, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആദ്യം സംഭവിച്ചത് എന്തൊക്കെ എന്നതിന്റെ വിശദാംശങ്ങൾ നോക്കാം. അനു, ഇത്തരം ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം, ആ തെരഞ്ഞെടുത്ത ആളുടെ വീട്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം BJPയുടെ തന്നെ സമുന്നതയായിട്ടുള്ള ഒരു നേതാവിന്റെ വീടിന് മുന്നിൽ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഫോടനം നടത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണം തന്നെ. അതായത് പൊട്ടിത്തെറി ഉണ്ടാക്കിയ വസ്തു ഭീകരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഫോടക വസ്തുവല്ല, അത് നാട്ടുംപുറങ്ങളിൽ കിട്ടുന്ന ഒരു വസ്തു ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കിയത്. എന്നാൽ അത് പൊട്ടിത്തെറി ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം, ആ തെരഞ്ഞെടുത്ത നേതാവ്, ഇതെല്ലാം ഇത്തരം ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ, ഉന്നതതല അന്വേഷണ സംഘത്തെയാണ് താൻ നിയോഗിക്കാൻ പോകുന്നതെന്നാണ് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്തുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് പോലീസ് തയ്യാറാവുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ BJPയും ഈ ഒരു വിഷയത്തിൽ വലിയൊരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ, അതായത് BJP സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് മുന്നിലുണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി, ഈ സ്ഫോടനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണ്ണികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് 11 മണിക്ക് തൃശ്ശൂർ നഗരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ 10:45 ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി, ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നത്. അതായത് ഈ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പോലീസ് അയൽവാസികൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അപരിചിതരായ ചിലർ വാഹനങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം കണ്ടതായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ സമീപവാസികൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാറിലും ഇരുചക്ര വാഹനങ്ങളിലുമായിട്ട് ചിലർ ഈ വീടിനോട് ചേർന്ന് തമ്പടിച്ചു എന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ മൊഴിയൊക്കെ പോലീസിന് ലഭിച്ചിട്ടും ഇന്ന് രാവിലെ വരെ 10:45 മുതൽ ഇന്ന് രാവിലെ ഈ 7:30-8 മണി വരെ ജില്ലാ പോലീസ് മേധാവി എത്തുന്നത് വരെ ഒരു നടപടി ഉണ്ടാവാൻ അല്ലെങ്കിൽ FIR ഇടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഈ പോലീസ് തയ്യാറായിരുന്നില്ല. അതേപോലെ തന്നെ ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ മറ്റ് തലങ്ങളുണ്ട് എന്നുള്ള ആരോപണം BJPയുടെ ഭാഗത്തു നിന്ന് ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഫോടനം നടന്ന പ്രദേശം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും ഈ സ്ഫോടനം നടന്നിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ടു മുന്നിലുള്ള വീട്ടിലെ മുൻഭാഗത്താണ് സ്ഫോടനം നടന്നത്. അതായത് ഏകദേശം ഒരു 6-7 അടി വ്യത്യാസം മാത്രമാണ് ഈ റോഡും വീടും ഒക്കെ ആയിട്ടുള്ളത്. ആ ഒരു വീടിന് മുന്നിലാണ് സ്ഫോടനം നടന്നത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമാന നിലയിൽ തന്നെയുള്ള, അതേ സമാന നിറത്തിലുള്ള വീട് തന്നെയാണ്, വീടിന് മുന്നിലാണ് ഈ ഒരു സ്ഫോടനം നടന്നത്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റ് ശത്രുക്കളോ ഒന്നും ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്നപ്പോൾ ശോഭാ സുരേന്ദ്രനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട്, അല്ലെ
ശോഭാ സുരേന്ദ്രനിലേക്ക് തന്നെ എത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേപോലെ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ അല്ലെ ഈ ഒരു പൊട്ടിത്തെറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴും ആരാണ് ഈ ഉന്നത അന്വേഷണം നടത്തുക, ACP ആണോ അന്വേഷണം നടത്തുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീടായിരിക്കും വ്യക്തത വരിക. അതായത് ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടും കേസ് എടുക്കാൻ തയ്യാറാവാഞ്ഞ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയുടെ സന്ദർശനവും അതിനുശേഷം ശോഭാ സുരേന്ദ്രനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ നിലവിലുള്ള അന്വേഷണത്തെ ശോഭാ സുരേന്ദ്രൻ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് BJPയുടെ ആവശ്യം. അതേപോലെ തന്നെ ഇതിന് തെരഞ്ഞെടുത്തൊരു സമയം നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഭീകരാക്രമണമൊക്കെ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ വീടിന് മുന്നിൽ തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാക്കുക അത് പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് BJP കരുതുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം BJP ചൂണ്ടിക്കാട്ടിയത് പ്രസക്തമായ കാര്യമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം എന്നത് ശ്രദ്ധേയം. ഇന്നലെ ഉച്ച മുതൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ആളുകളെ കണ്ടിരുന്നു. ബൈക്കുകളിലും കാറുകളിലും ഒക്കെ ആളുകൾ ഇവിടെ എത്തിയിരുന്നു എന്നത് അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് വ്യക്തവുമാണ്. ഇത് അടുത്ത വീടിന്റെ ഗേറ്റിന് മുമ്പിലാണ് ഈ സ്ഫോടനം ഉണ്ടായെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യമാക്കിയാണ് ഈ സ്ഫോടനം നടന്നതെന്നുള്ള പ്രാഥമിക നിഗമനം അതൊരു ഭാഗത്ത് ശക്തമാകുന്നുമുണ്ട്. ഇനി അവർ വീട്ടിലുണ്ടായിരുന്ന സമയം തിരഞ്ഞെടുത്തത്, അർദ്ധരാത്രി തിരഞ്ഞെടുത്തതിലൊക്കെ ദുരൂഹതയുണ്ട്. മാത്രമല്ല സാനു തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ഈ സംഭവം നടന്ന് ഇത് വാർത്തയായി ഇന്ന് രാവിലെ മുതൽ തന്നെ ചാനലുകളിൽ ഈ വാർത്ത വന്നിട്ടും പോലീസ് എന്തുകൊണ്ട് ഇതിൽ കേസെടുക്കാൻ വൈകി എന്ന പ്രസക്തമായ ചോദ്യം അത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ചോദിച്ചതുമാണ്. FIR ഇടാൻ താമസം, കേസെടുക്കാൻ വൈകി, ഇതെന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഒരു സംസ്ഥാന നേതാവിന്റെ വീടിന് മുന്നിൽ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് എന്തും പൊട്ടിത്തെറിച്ചോട്ടെ, പടക്കമായിക്കോട്ടെ, ബോംബായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ ഉടനടി നടപടിയെടുക്കുക എന്നുള്ളത് ഒരു അന്വേഷണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കടമയാണ്. പോലീസാണ് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് ഇടപെടേണ്ട പോലീസ്. അതിന് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവർ ഒരു നടപടികളിലേക്ക് കടക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി പോലും സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് സാധാരണ ഏത് തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായാലും, ഏതൊരു സാധാരണക്കാരന്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായാലും ഉടനടി ഇടപെടേണ്ട ചുമതല പോലീസിനാണ്. ആ പോലീസാണ് സംരക്ഷണം ഒരുക്കേണ്ടത്. ആ പോലീസ് ഇന്നലെ സംരക്ഷണം ഒരുക്കിയില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മൊത്തം അതിനെതിരെ തിരിച്ചടിക്ക് തയ്യാറാവുമ്പോൾ, ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ വിഷയം പോലും ഉണ്ടായാൽ പോലും ഉടനടി നടപടിയെടുക്കേണ്ട പോലീസ് ഇതിൽ മൗനം പാലിച്ചു, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിവരം, അല്ലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസിന് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. BJP അത് തന്നെയാണ് ആരോപിക്കുന്നത്. അതേപോലെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പുറത്തു വന്നതോടുകൂടിയാണ് ജില്ലാ പോലീസ് മേധാവി പോലും ഈ ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് തയ്യാറായത്. ഇന്നലെ ഈ ഒരു സ്ഫോടനത്തിന് ശേഷം ACP അടക്കം സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ACPക്ക് തന്നെ അന്വേഷണ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. അതേപോലെ ഒരു കാര്യം കൂടി ഓർത്തെടുത്തുകൊള്ളട്ടെ, ഈ സംഭവം നടന്ന 3 വർഷങ്ങൾക്ക് മുൻപ് 2022 ജൂൺ അവസാനം AKG സെന്റർ തലസ്ഥാനത്ത് AKG സെന്ററിന് നേരെ ഇതുപോലെ ഒരു പടക്കം എറിയുകയും ഉഗ്ര ശബ്ദം കേട്ടു, സ്ഫോടനം നടന്നു എന്നൊക്കെ നേതാക്കൾ പുറത്തു വന്ന് പറയുകയും അന്ന് മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയൊരു സംഭവമായിരുന്നു. അന്ന് രാത്രിയായിരുന്നു ആ സംഭവം നടന്നത്. 11:30 അടുപ്പിച്ചായിരുന്നു എന്നാണ് ഓർമ്മ. ആ സമയം മുതൽ കൃത്യമായി പോലീസ് കാവൽ AKG സെന്ററിന് ഏർപ്പെടുത്തുകയും ഉടനടി ആ വഴിയടക്കം ബ്ലോക്ക് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളൊക്കെ കേരള ജനത ഇന്നും ഓർത്തെടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം നടന്ന് രാവിലെ എത്തുന്നത് വരെ, ഇത് വാർത്തയാകുന്നത് വരെ, പ്രതികരണങ്ങളിൽ രൂക്ഷമായി വിമർശനം വരുന്നത് വരെ പോലീസ് എന്തുകൊണ്ട് കാത്തിരുന്നു എന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇനി മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രന്റെ വീടിന് അടക്കം ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞുവോ പോലീസ്?
തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടതാണ് ഇതിനു മുൻപ് AKG സെന്ററിന്റെ നേരെ ഉണ്ടായ പടക്കമേറും അതിനെ തുടർന്ന് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ബന്ദോബസ്തുമൊക്കെ നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഒരു പടക്കമെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ DGP തന്നെ നേരിട്ടെത്തി സുരക്ഷാ വിന്യാസം നടത്തുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതൊക്കെ മലയാളികൾ കണ്ടതാണ്, മലയാളികൾ കേട്ടതാണ്. എന്നാൽ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ 20ലധികം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് നേരെ അക്രമം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അതിനൊന്നും തയ്യാറാവാതിരുന്ന പോലീസ് BJPയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു, ളെ സംരക്ഷിക്കുകയാണ് പോലീസ്, അക്രമികൾക്ക് പോലീസ്, ഇരയ്ക്കൊപ്പം നിൽക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്.